ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഒരു വാച്ചിൻ്റെ അൺബോക്സിംഗ് ആണ്. ഇത് കുട്ടികൾക്കായുള്ള വാച്ചാണ്. 24 ഇമേജസിൻ്റെ പ്രൊജക്ടർ ഉള്ള ഒരു വാച്ചാണിത്. ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടുന്ന് ഡയറക്റ്റ് വാങ്ങാൻ സാധിക്കും. അപ്പോൾ പാക്കറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിനുള്ളിലാണ് ഇത് വാച്ച് വെച്ചിരിക്കുന്നത്. നല്ലൊരു പാക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ പാക്കേജിനുള്ളിൽ നിന്ന് ഈ വാച്ച് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ വാച്ച് പുറത്തേക്ക് എടുത്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച്. വീണ്ടും ഒരു പ്ലാസ്റ്റിക്കിനുള്ളിൽ ഒരു ചെറിയൊരു പേപ്പറിനുള്ളിലാണ് ഇത് ഫിക്സാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു പ്രൊജക്ടറിൻ്റെ ആ ഒരു പടങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ട്രാഫയിലും ആ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ പുറകിലേക്ക് വരുമ്പോഴത്തേക്ക് പുറകിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ പുറകിൽ ബാറ്ററി ഇടുന്നതിൻ്റെ ഒരു എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറവശത്തെ ഒരു ചെറിയ ക്യാപ്പ് ഊരിയിട്ടാണ് ബാറ്ററി ഇടുന്നത്. പിന്നെ പ്രൊജക്ടറിൻ്റെ ഫോക്കസ് ചെയ്യുന്നതും പ്രൊജക്ടറിൻ്റെ സ്വിച്ചും എല്ലാം അതിനകത്ത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. ടൈമറിൻ്റെ ഇത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. ടൈം അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഓക്കെ, ഇതിൻ്റെ മുൻവശത്ത് വരുമ്പോഴത്തേക്ക് എല്ലാ ഇമേജസ്, അതായത് പ്രൊജക്ടർ വരുന്ന ഇമേജസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്തു. ഇതാണ് നമ്മുടെ വാച്ച്. വാച്ചിൻ്റെ സ്ട്രാഫൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാഫ് തന്നെയാണ് വരുന്നത്. നമുക്ക് സ്ട്രാഫ് ഒന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം. ആ സ്ട്രാഫിൽ ആ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. സ്ട്രാഫിനൊക്കെ അത്യാവശ്യം നല്ല, നമ്മൾ ബെൻഡ് ചെയ്ത് നോക്കിയിട്ടാലും നമുക്കൊരു കുഴപ്പമൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ആ സ്ട്രാഫിൽ ആ ഒരു ഇമേജസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ലുക്കുണ്ട് കാണാനായിട്ട്. സ്ട്രാഫിൻ്റെ ഇത് കുറച്ച് വലിപ്പം കൂടിപ്പോയ പോലെ തോന്നുന്നു. കുഴപ്പമില്ല. നമ്മുടെ ആ ഒരു വാച്ചിൻ്റെ ആ ഒരു ബോഡിക്ക് വലിപ്പത്തിനനുസരിച്ചുള്ള ഒരു സ്ട്രാഫിനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രൊജക്ടറിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രൊജക്ടർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. പ്രൊജക്ടർ നമുക്കിപ്പം ചെറുതായിട്ട് ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് അത് കറക്റ്റ് അറിയാത്തത്. കുറച്ച് ലോങ്ങിൽ അടിക്കണം. ആ പ്രൊജക്ടറിൻ്റെ ആ ലെൻസിൻ്റെ റൈറ്റ് സൈഡിൽ ആ നീല കാണുന്നത് നമ്മൾ പ്രൊജക്ടറിൻ്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ബാക്കിലെ ഈ നീലയാണ് നമുക്ക് ബാറ്ററിയുടെ വരുന്നത്. ആ സ്ക്രൂ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ബാറ്ററി തീരുമ്പോൾ മാറ്റിയിടാൻ സാധിക്കും. ഇത് ഈ നീല കളറിലെ ഇതാണ് നമുക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ സ്വിച്ച് പ്രസ് ചെയ്തിട്ട് നമ്മൾ പ്രൊജക്ടർ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫോക്കസ് കറക്റ്റായിട്ട് ആ ഒരു ഇമേജ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു മങ്ങലിപ്പ് പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു നീല ഇതിൽ തിരിച്ചാൽ നമുക്ക് ആ ഒരു ഫോക്കസ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഈ ഒരു നീല കളറിലെ ബാക്കിലെയാണ് ബാറ്ററിയുടെ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വാച്ച് അത്യാവശ്യം നല്ലൊരു വാച്ചാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ചുമന്ന രണ്ട് ബട്ടണാണ് നമുക്ക് ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ടൈം, ഡേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. അത് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ അത് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് റൈറ്റ് സൈഡിൽ പ്രസ് ചെയ്താൽ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ടൈമും ഡേറ്റും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് സമയം സെറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ സ്ട്രാഫ് ഇനി അതിലേക്ക് ഫിക്സ് ആക്കാം.
ഓക്കെ, അപ്പം നമുക്കിനി ആ ഒരു പ്രൊജക്ടറിൻ്റെ കറക്റ്റ് കാര്യം എങ്ങനെയാണ് അത് ഓൺ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് നമുക്ക് കാണുന്നത് നോക്കാം. അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വാച്ചിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ചുമന്ന ലൈറ്റ് കാണാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ ചുമന്ന ലൈറ്റ് ഇതിൽ കാണാം. നമുക്ക് പ്രൊജക്ടർ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് നമ്മുടെ ലെങ്തിന് നമ്മൾ നിൽക്കുന്ന ആ ഒരു ഫോക്കസിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് നമ്മൾ ഏതൊരു ഭിത്തിയിലേക്കാണ് ചുവരിലേക്കാണ് ഇത് അടിക്കുന്നത്, അതനുസരിച്ച് നമ്മുടെ ഗ്യാപ്പ് അനുസരിച്ച് ആ ഒരു ലെൻസിന് പുറയിലുള്ള ആ ഒരു നീല, ലെൻസിന് സൈഡിലായിട്ടുള്ള ഒരു നീല ഇതിൽ തിരിച്ചാൽ നമുക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാം. അത് നിങ്ങൾ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ചെയ്യുക. നമ്മൾ ഓരോ തവണയും സ്വിച്ചിൽ ഫുള്ളായിട്ട് ലോങ് പ്രസ് ചെയ്തിട്ട് റിട്ടേൺ വിട്ടിട്ട് വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ ഓരോരോ ഇമേജ് മാറി മാറി വരും. അങ്ങനെ 24 ഇമേജസിൻ്റെ പ്രൊജക്ടർ വാച്ചാണിത്. കുറച്ചുകൂടെ നമുക്ക് ലെങ്തിൽ കുറച്ചുകൂടെ ദൂരത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇത് വലുപ്പത്തിൽ കാണാൻ സാധിക്കും. അപ്പം ഞാനിത് വീഡിയോ ഫോക്കസ് ചെയ്യേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ കാണിക്കുന്നത്. ഇതിപ്പോൾ കുറച്ചുകൂടെ ലെങ്തിൽ ഞാൻ എടുത്താണ്, മാക്സിമം നോക്കിയാണ്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു വാച്ചാണ്. കുട്ടികൾക്കിത് സമയം നോക്കാനും പിന്നെ കുറച്ച് കളർഫുള്ളായിട്ട് സ്ട്രാഫ് കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തെ കുറച്ചുകൂടെ നല്ലൊരു വാച്ചാണ്. പിന്നെ പ്രൊജക്ടറുണ്ട്. അപ്പം ഇത് ഒരു നല്ല വാച്ചാണ്. നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കുക. അപ്പം അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം. ഓക്കെ.